സ്വർണ്ണവിലയിൽ കുതിപ്പും കിതപ്പും തുടരുകയാണ്. പവന് 1 ലക്ഷം തൊടുമെന്ന് തോന്നിച്ചിടത്തു നിന്നും വില 10% താഴ്ന്നത് വിപണിക്ക് അല്പം ആശ്വാസമായി. വില കുറയുന്നതാണ് വിപണിക്ക് ഗുണകരമെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. സ്വർണ്ണവില ഇനിയും കൂടുമോ കുറയുമോ? പവന് 1 ലക്ഷം തൊടുമെന്ന് തോന്നിച്ചിടത്തു നിന്നും വില താഴെ ഇറങ്ങിയത് വില കുറയുമെന്നതിൻ്റെ സൂചനയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില 90,000-ന് താഴെ എത്തിയത് വിപണിക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ സ്വർണ്ണവില വലിയ അളവിൽ ഇനിയും താഴേക്ക് പോകുമോ? ചില വിദഗ്ധ റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണവില ഉപ്പുകുത്തുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ആഗോള വിപണിയിലുണ്ടാകുന്ന ചലനങ്ങളും ഡോളറുമായുള്ള രൂപയുടെ മൂല്യത്തിൽ ഇടിവ് സംഭവിക്കുന്നതുമെല്ലാമാണ് സ്വർണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം. സ്വർണത്തിന് വില കുറഞ്ഞു നിൽക്കുന്നതാണ് ജ്വല്ലറിക്കാരെ സംബന്ധിച്ച് ഗുണം. ഇപ്പോഴുണ്ടായ കുറവ് വിപണിയിൽ പ്രതീക്ഷ നൽകുന്നതായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും മുളയങ്കാവ് ബിന്ദു ജ്വല്ലറി ഉടമയുമായ CP ബാലകൃഷ്ണൻ പറയുന്നു. കച്ചവടം ഇപ്പോൾ ഈ വില ഭയങ്കരമായിട്ട് കൂടിയതിനു ശേഷം കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ ക്യാഷ് പർച്ചേസിങ് കുറവാണ്. ഇപ്പം നമ്മളവിടെയൊക്കെ കൂടുതൽ ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളൊക്കെ കൂടുതൽ പോകുന്നത്. പിന്നെ എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കാരണങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലത്തെ ഒരു റേറ്റ് അല്ലത്. ഇത് ആഗോള തലത്തിലുള്ള ഒരു മാർക്കറ്റാണ്. നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയായിട്ടും അമേരിക്കയായിട്ടും ഒക്കെ വരുന്ന ഒരുപാട് ചൈനയായിട്ടുള്ള ഒരുപാട് കരാറുകൾ ഒക്കെ നമ്മളതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ സർവകാല റെക്കോർഡാണ്. അവിടുത്തെ ട്രംപിൻ്റെ പുതിയ നയങ്ങളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ നമ്മളെ മൂല്യം ഇടിയുന്നുണ്ട്. ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ സ്വർണ്ണവിലേനെ ബാധിക്കുന്നുണ്ട്. ഒരു വിഷയം അത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചു മാറി വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു നമ്മൾ 70 പെട്ടെന്ന് 90, 97 വരെ വന്നല്ലോ. അപ്പോൾ ഒക്കെ ഭയങ്കര ഒരു വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞപ്പോൾ 8,000 രൂപ ഒരു 10% കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റേറ്റ്. അപ്പോൾ അത് കാരണം ഇപ്പം ഇങ്ങനെ ഏകദേശം സെറ്റായി വരുന്നു കച്ചവടം. കുറയാന്ന് പറഞ്ഞാൽ കുറയണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ സാധാരണക്കാരായ കച്ചവടക്കാരാണ് നമുക്കൊക്കെ കൂടുതൽ. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഒരു പവൻ്റെ വള വാങ്ങിക്കണമെങ്കിൽ ആദ്യം 1 ലക്ഷം, ഇപ്പോൾ ഏകദേശം 90 രൂപയോളം വരുന്നുണ്ട്. 10% കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റഡിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നത്. കുറച്ചുകൂടി കുറയുന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നത്. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണം ഒരു മികച്ച നിക്ഷേപമായി ആളുകൾ കാണുന്നുണ്ട്. ആഭരണഭ്രമം കൂടുതലുള്ള മലയാളിയെ സംബന്ധിച്ച് സ്വർണ്ണവില കൂടുന്നത് തിരിച്ചടിയാണ്. പണിക്കൂലിയിൽ കുറവ് നൽകിയും സമ്മാന പദ്ധതികൾ നടപ്പാക്കിയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷനുകൾ എത്തിച്ചുമെല്ലാം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ജ്വല്ലറികൾ നടത്തുന്നത്.